നമസ്കാരം. തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബയ്ക്കൊപ്പം 40-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ. 5000 രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാവും. പണിക്കൂലിയില്ലാതെയും പണിക്കൂലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും 908491 നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ. വ്യാജ RC നിർമ്മാണ കേസിൽ തിരൂരങ്ങാടി സബ് RT ഓഫീസിലെ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തതിന് പിന്നാലെ ഓഫീസിലെ മുഴുവൻ ജീവനക്കാരും കൂട്ട സ്ഥലം മാറ്റത്തിന് അപേക്ഷിച്ചതായി വിവരം. എന്നാൽ മെഡിക്കൽ ലീവ് കൊണ്ടോ സ്ഥലം മാറ്റം കൊണ്ടോ വ്യാജ RC നിർമ്മാണ കേസിൽ നിന്നും രക്ഷപ്പെടാമെന്ന് ഉദ്യോഗസ്ഥർ കരുതേണ്ടെന്ന് മുസ്ലിം യൂത്ത് ലീഗ് തിരൂരങ്ങാടി മണ്ഡലം കമ്മിറ്റി പറഞ്ഞു. അടുത്ത ദിവസം മുതൽ RT ഓഫീസിന് മുന്നിൽ സമരം പുനരാരംഭിക്കുമെന്നും മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് UA റസാഖ് പറഞ്ഞു. തിരൂരങ്ങാടി സബ് RT ഓഫീസിലെ വ്യാജ RC നിർമ്മാണവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം 3 ജീവനക്കാരെ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് തിരൂരങ്ങാടി സബ് RT ഓഫീസിലെ മുഴുവൻ ജീവനക്കാരും കൂട്ട സ്ഥലം മാറ്റത്തിന് അപേക്ഷിച്ചതായുള്ള വിവരം പുറത്തുവരുന്നത്. കേസിൽ ഇതുവരെ 3 പേരാണ് അറസ്റ്റിലായത്. വ്യാജ RC നിർമ്മാണത്തിലെ പ്രധാന കണ്ണിയായ പരപ്പനങ്ങാടി ഉള്ളണം മുണ്ട്യാൻകാവ് സ്വദേശി കരുവാടത്ത് നിസാർ മിനി സിവിൽ സ്റ്റേഷനടുത്തുള്ള ടാർഗറ്റ് ഓൺലൈൻ ഷോപ്പുടമയും പെരുവള്ളൂർ കരുവാങ്കല്ല് പാലത്തോട് താമസക്കാരനുമായ നെയ്യും പരപ്പനങ്ങാടി ചെട്ടിപ്പടി സ്വദേശി കോട്ടുവാലൻ്റെ പുരക്കൽ ഫൈജാസ് എന്നിവരാണ് അറസ്റ്റിലായിരുന്നത്. തുടർന്ന് ഉദ്യോഗസ്ഥരുടെ പങ്കിനെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ച സാഹചര്യത്തിൽ ഓഫീസിലെ ജീവനക്കാരെ കഴിഞ്ഞ ദിവസം പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ജോയിന്റ് RTO CP സക്രെ ഉൾപ്പെടെയുള്ളവരെ അടുത്ത ദിവസം തന്നെ ചോദ്യം ചെയ്യുമെന്നാണ് അറിയുന്നത്. ഇതിനിടെ ജോയിന്റ് RTO മെഡിക്കൽ ലീവിൽ പ്രവേശിച്ചിരിക്കുകയാണ്. കൂടാതെ തിരൂരങ്ങാടി സബ് RT ഓഫീസിലെ മുഴുവൻ ജീവനക്കാരും കൂട്ട സ്ഥലം മാറ്റത്തിന് അപേക്ഷിച്ചതായുള്ള വിവരവും പുറത്തുവരുന്നുണ്ട്. മെഡിക്കൽ ലീവ് കൊണ്ടോ സ്ഥലം മാറ്റം കൊണ്ടോ വ്യാജ RC നിർമ്മാണ കേസിൽ നിന്നും രക്ഷപ്പെടാമെന്ന് ഉദ്യോഗസ്ഥർ കരുതേണ്ടെന്നും വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രമാണ് യൂത്ത് ലീഗ് സമരം അവസാനിപ്പിച്ചതെന്നും അടുത്ത ദിവസം മുതൽ RT ഓഫീസിന് മുന്നിൽ സമരം പുനരാരംഭിക്കുമെന്നും മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് UA റസാഖ് പറഞ്ഞു. തിരൂരങ്ങാടി സബ് RT ഓഫീസുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന കഥകൾ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. വ്യാജ RC നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം പുരോഗമിക്കുമ്പോൾ തന്നെ ഇപ്പോൾ 7 RCകളാണ് വ്യാജമാണെന്ന് കണ്ടെത്തിയത്. എന്നാൽ കൂടുതൽ RCകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ മാറ്റപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. ഇപ്പോൾ ഈ തരത്തിൽ വ്യാജ RCകൾ നിർമ്മിക്കപ്പെട്ടവർക്ക് ഓഫീസിൽ നിന്നും കത്തയച്ച് അവരെ വിളിച്ചു വരുത്തി അത് നിയമപരമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം തിരൂരങ്ങാടി പോലീസ് അവിടുത്തെ ജീവനക്കാരായ 3 പേരെ ചോദ്യം ചെയ്യുകയുണ്ടായി. അടുത്ത ദിവസം ജോയിന്റ് RTO ഉൾപ്പെടെയുള്ളവരിലേക്ക് ഈ ചോദ്യം ചെയ്യൽ കടക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമുക്ക് സൂചിപ്പിക്കാനുള്ളത് എന്താ വെച്ചാൽ ഈ അന്വേഷണം ഇങ്ങനെ നീണ്ടുപോവുക എന്നല്ലാതെ ഉത്തരവാദിത്തപ്പെട്ട അതിന് ഏറ്റവും കാരണക്കാരായ ഉദ്യോഗസ്ഥരെ പിടിക്കുന്നതിലേക്ക് ഇതുവരെ നടപടികൾ എത്തിയിട്ടില്ല. വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ യൂത്ത് ലീഗ് സമരങ്ങൾ നിർത്തിവെച്ചതായിരുന്നു. വരും ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭവുമായി യൂത്ത് ലീഗ് രംഗത്തുണ്ടാവും. ഇപ്പോൾ ആരെങ്കിലും ലീവ് എടുത്തത് കൊണ്ടോ ഇപ്പോൾ ജോയിന്റ് RTO ഒക്കെ മെഡിക്കൽ ലീവിൽ പ്രവേശിച്ചു എന്നറിയാൻ കഴിഞ്ഞു. ആ മെഡിക്കൽ ലീവ് കൊണ്ടൊന്നും കുറ്റവാളികൾ രക്ഷപ്പെടും എന്ന് കരുതേണ്ടതില്ല. അതുമാത്രമല്ല അവിടുത്തെ എല്ലാ ജീവനക്കാരും ട്രാൻസ്ഫറിന് വേണ്ടി സർക്കാരിലേക്ക് അപേക്ഷ സമർപ്പിച്ചു എന്നും അറിയാൻ കഴിഞ്ഞു. അതുകൊണ്ടൊന്നും ഈ വ്യാജ RCയിലെ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർ രക്ഷപ്പെടും എന്ന് കരുതണ്ട. അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നത് വരെ ഏതറ്റം വരെയും യൂത്ത് ലീഗ് സമരരംഗത്തുണ്ടാവും. നിരന്തര പോരാട്ടത്തിന് യൂത്ത് ലീഗ് ഒരുങ്ങുകയാണ്. വ്യാജ RC നിർമ്മാണത്തിലെ പ്രധാന കണ്ണിയായ നിസാറിനെ ചോദ്യം ചെയ്തതിൽ നിന്നും RT ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ പങ്ക് വ്യക്തമാക്കുന്ന മൊഴി പോലീസിന് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജീവനക്കാരെ ചോദ്യം ചെയ്തത്. സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തുമെന്നും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും തിരൂരങ്ങാടി CI KT ശ്രീനിവാസൻ പറഞ്ഞിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.